ഫിസിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ചധികം ടോപ്പിക്കുകൾ കവർ ചെയ്തു. അതിൽ ഒരു ടോപ്പിക്കായിരുന്നു ചലനം എന്ന് പറഞ്ഞത്. ഈ ചലനത്തെ തുടർന്ന് വരുന്ന ടോപ്പിക്കാണ് ബലം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചലനം അവസാനിക്കുന്നത് ചലന നിയമങ്ങളിലാണ്. ന്യൂട്ടൺ പറഞ്ഞു വെച്ച ചലന നിയമങ്ങളിലാണ് ചലനം അവസാനിക്കുന്നത്. ചലനത്തെക്കുറിച്ചാണ് ന്യൂട്ടൺ പറഞ്ഞു വെച്ചതെങ്കിലും അവിടെ ബലത്തെക്കുറിച്ചാണ് കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരെ പോകുന്നത് ബലത്തിലേക്ക്. എക്സാമിന് കുറേ ചോദ്യങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ് ബലം എന്ന് പറയുന്നത്. എന്താണ് ബലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ഒരു വലിവ് അല്ലെങ്കിൽ ഒരു തള്ള്, ഇതിനെ വിളിക്കുന്ന പേരാണ് ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു നിൽക്കുന്നു, ചുമ്മാതിരിക്കുന്നു, ആ വസ്തുവിലേക്ക് ഞാനൊരു ബലം കൊടുക്കുന്നു, അതായത് തള്ളു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ വസ്തുവിനെ ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നു. ആ വലിവിനെ അല്ലെങ്കിൽ തള്ളിനെ വിളിക്കുന്ന പേരാണ് ബലം എന്ന് പറയുന്നത്. ഈ ബലം എത്രയാണെന്ന് നമുക്ക് നമ്പറിൽ പറയാൻ സാധിക്കും. ഒരു വലിവ് അല്ലെങ്കിൽ തള്ളാണ് ബലമെന്ന് പറഞ്ഞു. ആ ബലത്തെ നമുക്ക് നമ്പറിൽ പറയാൻ സാധിക്കും. ഞാൻ കൊടുത്ത തള്ള് അല്ലെങ്കിൽ വലിവ് എന്ന് പറയുന്നത് 5 ആണ്, അല്ലെങ്കിൽ 10 ആണ്, അല്ലെങ്കിൽ 20 ആണ് എന്ന് പറയാനായി സാധിക്കും. ഒരിക്കലും നമ്പർ മാത്രമായി നമ്മൾ പറയാറില്ല. നമ്പറിനെ കൂടാതെ അതിൻ്റെ വാലായിട്ട് അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന് കൂടി കൊടുക്കാറുണ്ട്. ബലം 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ൻ്റെ കൂടെ തന്നെ അതിൻ്റെ യൂണിറ്റും കൊടുത്തിരിക്കണം. ബലത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞൻ ന്യൂട്ടനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നമ്മൾ ബലത്തിൻ്റെ യൂണിറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ബലത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വന്നു ന്യൂട്ടൺ. ഇനി ന്യൂട്ടൺ മാത്രമാണോ ബലത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്ടൺ മാത്രമാണ്. എന്നാൽ ഇത് കൂടാതെ കുറച്ചധികം യൂണിറ്റുകൾ നമുക്ക് ബലത്തിന് പറയാനായി സാധിക്കും. ബലത്തിൻ്റെ CGS യൂണിറ്റ്, സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡിൽ പറയുന്ന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ന്യൂട്ടൺ എന്ന് പറയാൻ സാധിക്കില്ല. അത് ഡൈനാണ്. DYNE. ഡൈനാണ് ബലത്തിൻ്റെ CGS യൂണിറ്റ്. ബലത്തിന് 2 യൂണിറ്റ് തന്നു, ന്യൂട്ടൺ തന്നു, ഡൈൻ തന്നു. ഫിസിക്സിൻ്റെ പ്രത്യേകത, ഫിസിക്സിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന് എത്ര യൂണിറ്റ് വേണമെങ്കിലും വരാം. ഈ യൂണിറ്റ് വരുന്നത് പോലെ തന്നെ ആ യൂണിറ്റുകൾ തമ്മിൽ എനിക്ക് ഒരു നമ്പർ റിലേഷൻ അല്ലെങ്കിൽ നമുക്കൊരു നമ്പർ റിലേഷൻ പറഞ്ഞ് വയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെയും പറയുകയാണ്, ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ് എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും അത് 10⁵5 ഡൈൻ ആണെന്ന്. എപ്പോഴാണോ 10⁵5 ഡൈനുകൾ കൂടിച്ചേരുന്നത് അപ്പോൾ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഒരു ന്യൂട്ടൺ എന്ന്. ബലം എന്താണെന്നായി, ബലത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റുമായി അതിൻ്റെ CGS യൂണിറ്റുമായി. ഇനി നമ്മൾ പോകുന്നത് ബലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ബലം ചലനത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ ആണ് പ്രയോഗിക്കുന്നതെങ്കിൽ ആ പഠനശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ചലന വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഡൈനാമിക്സ്. ഇനി ഇതേ ബലം ചലിക്കാത്ത ഒരു വസ്തുവിലാണ് അനുഭവപ്പെടുന്നത് വിചാരിക്കുക. ഒരു സ്റ്റൂൾ അവിടെ ചുമ്മാതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അവിടെ ചുമ്മാതിരിക്കുന്നു. അതിലാണ് ഒരു ബലം കൊടുക്കുന്നതെങ്കിൽ ആ ബലത്തെക്കുറിച്ചുള്ള പഠനശാഖയെ നമുക്ക് ഡൈനാമിക്സ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ആ പഠനശാഖ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സായി ചലനാവസ്ഥയിലേക്ക് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തെക്കുറിച്ച് പഠനശാഖ, സ്റ്റാറ്റിക്സായി നിശ്ചല അവസ്ഥയുള്ള ചലിക്കാത്ത അവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തെക്കുറിച്ചുള്ള പഠനശാഖ. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വസ്തുവിൽ ബലത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. ആ പഠനശാഖയെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. വസ്തുക്കളിൽ ബലത്തിൻ്റെ അഭാവത്തെക്കുറിച്ചുള്ള പഠനശാഖ, നിശ്ചലാവസ്ഥയിലേക്ക് ഒരു വസ്തുവിനെ കുറിച്ചാണ് ഞാൻ മൊത്തമായി പഠിക്കുന്നതെങ്കിൽ ആ പഠനശാഖയെ എനിക്ക് വിളിക്കാവുന്ന പേര് മെക്കാനിക്സ് എന്നുമാണ്. കുറേ അധികം ബലങ്ങളുണ്ട്. എല്ലാ ബലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. എന്നാൽ പ്രകൃതി ചൊലുത്തുന്ന കുറേ അധികം ബലങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഗുരുത്വാകർഷണ ബലം, 2 വസ്തുക്കളെ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്ന ബലം ഗുരുത്വാകർഷണ ബലം. ന്യൂക്ലിയർ ബലം, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വൈദ്യുത കാന്തിക ബലം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇതെല്ലാം പ്രകൃതി ചൊലുത്തുന്ന ബലങ്ങളാണ്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബലം തന്നാൽ അത് ഏത് ബലമാണെന്ന് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം തന്നാൽ അത് ഏതിൻ്റെ ഉദാഹരണമാണ് എന്നാണ് നമ്മൾ കൂടുതലായി മനസ്സിലാക്കേണ്ടത്. കുറേ അധികം ബലങ്ങളെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഡെഫിനിഷൻ തന്ന് അത് ഏത് ബലമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പോകുന്നത് ഓരോരോ ബലം എടുത്ത് പഠിക്കാനായിട്ട് പറയുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല നമുക്ക് ആവശ്യം. നമുക്ക് ബലം എന്താണെന്നും
അതേത് ബലമാണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇതാണ് എക്സാം ലെവലിൽ നമുക്ക് അറിയേണ്ടത്. ആദ്യം പോകുന്നത് ആന്തരിക ബലം, ഇൻറ്റേർണൽ ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വസ്തുവിൽ അകത്ത് പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ആന്തരിക ബലം എന്ന് പറയുന്നത്. വസ്തുവിന് അകത്ത് നിന്ന് പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേര് ആന്തരിക ബലം. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബലം പ്രയോഗിച്ചാൽ ഒരു വസ്തു ചലിക്കണം എന്ന് നിർബന്ധം പറയുന്നില്ല. ആന്തരിക ബലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വസ്തുവിനെ ചലിപ്പിക്കാനായി സാധിക്കില്ല. ആന്തരിക ബലത്തിന് വസ്തുവിനെ ഒരിക്കലും ചലിപ്പിക്കാൻ, മൂവ് ചെയ്യിപ്പിക്കാനായി സാധിക്കില്ല എന്ന് പറയുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഞാനൊരു പെട്ടി ഓട്ടോറിക്ഷയുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ആ വണ്ടിയെ തള്ളുകയാണെന്ന് വിചാരിക്കുക. ഒരിക്കലും ആ വണ്ടിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് എനിക്ക് ആ വണ്ടിയെ തള്ളി മാറ്റാനായി സാധിക്കില്ല. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വാഹനത്തെ തള്ളി മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. ആന്തരിക ബലം വസ്തുവിന് ഉള്ളിൽ അനുഭവപ്പെടുന്ന ബലമാണെന്ന് പറഞ്ഞു. കൂടാതെ ഒരിക്കലും ആന്തരിക ബലത്തിന് വസ്തുവിനെ ചലിപ്പിക്കാനായി സാധിക്കില്ല എന്ന് പറയുന്നു. ആന്തരിക ബലത്തെക്കുറിച്ച് പഠിച്ച് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ബാഹ്യബലത്തെക്കുറിച്ചാണ്. ആന്തരം എന്നോട് ഉദ്ദേശിക്കുന്നത് അകത്തു നിന്നാണെങ്കിൽ ബാഹ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്ന്. ഒരു വസ്തുവിന് പുറത്തു നിന്ന് പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ബാഹ്യബലം. ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചേക്കുക. ആ ബ്ലോക്കിലേക്ക് ഞാൻ പുറത്തു നിന്ന് ഒരു ബലം പ്രയോഗിക്കുന്നു. ആ ബലത്തെ എനിക്ക് വിളിക്കാവുന്ന പേര് ബാഹ്യബലം എന്നാണ്. ഈ ബാഹ്യബലത്തിന് ഉറപ്പായും ആ വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട്, മൂവ് ചെയ്യിപ്പിക്കാനായി സാധിക്കും. എൻ്റെ ബലത്തിൻ്റെ അളവ് എന്താണോ അതിനനുസരിച്ച് എനിക്ക് ആ വസ്തുവിനെ ചലിപ്പിക്കാനായി സാധിക്കുമെന്ന് പറയുന്നു. വാഹനത്തിന് പുറത്തു നിന്നുകൊണ്ട് ഉറപ്പായും എനിക്ക് ആ വാഹനത്തെ തള്ളി നീക്കാൻ സാധിക്കും. ബാഹ്യബലത്തിന് ചലിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആന്തരിക ബലത്തിന് ഒരിക്കലും വസ്തുവിനെ ചലിപ്പിക്കാനായി സാധിക്കില്ല. ആന്തരിക ബലവും ബാഹ്യബലവും കണ്ട് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് സന്തുലിത ബലത്തെക്കുറിച്ചാണ്. എതിർ ദിശകളിൽ നിന്നും ഒരു വസ്തുവിന് നൽകുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലോക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു. ആ ബ്ലോക്കിലേക്ക് ഞാൻ ഒരു വശത്ത് നിന്ന് 5 ന്യൂട്ടൺ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ വന്നു, 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ബലം പ്രയോഗിക്കുന്നു. ഇതേപോലെ തന്നെ എതിർ ദിശയിൽ നിന്നും ഞാൻ 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ബലം പ്രയോഗിക്കുന്നു. 2 സൈഡിൽ നിന്നും 5 ന്യൂട്ടൺ ആ ബ്ലോക്കിലേക്ക്, 2 സൈഡിൽ നിന്നും ആ ബ്ലോക്കിലേക്ക് 5 ന്യൂട്ടൺ പ്രയോഗിക്കുന്നതിനാൽ ആ വസ്തുവിന് ചലിക്കാനായി സാധിക്കില്ല. ഇങ്ങനെ എതിർ ദിശകളിൽ നിന്നും ഒരു വസ്തുവിന് നൽകുന്ന തുല്യ ബലത്തെ നമ്മൾ വിളിക്കേണ്ട പേരാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. എതിർ ദിശകളിൽ നിന്നും ഒരേ ഡയറക്ഷനിലേക്കായി പോകാൻ പാടില്ല. 2 ഡയറക്ഷനിൽ നിന്നും എതിർ ദിശകളിൽ നിന്നും ഒരു വസ്തുവിന് നൽകുന്ന തുല്യബലം 2 ദിശകളിൽ നിന്നായിരിക്കണം, എതിർ ദിശകളിൽ നിന്നായിരിക്കണം. അതെന്തായിരിക്കണം? തുല്യമായിരിക്കണം. അങ്ങനെ അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനും വസ്തുക്കളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ചലിപ്പിക്കാനായി സാധിക്കില്ല. ഈ ബ്ലോക്കിൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് 5 എന്ന ബലം കൊടുക്കുന്നു, മറു സൈഡിൽ നിന്നും 5 എന്ന ബലം കൊടുക്കുന്നതിനാൽ എനിക്കൊരിക്കലും ആ ബ്ലോക്കിനെ മൂവ് ചെയ്യാനായി സാധിക്കില്ല. നേരെ തിരിച്ചും പറയാം. ഒരു വടംവലി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വടംവലി മത്സരത്തിൽ ഇരു ടീമുകളും തുല്യ ബലമാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഒരു ആളും ഒരു ദിശയിലേക്ക് മൂവ് ചെയ്യില്ല. 2 ഡയറക്ഷനിലേക്കും തുല്യ ബലമാണ് അനുഭവപ്പെടുന്നത്. 10 ന്യൂട്ടൺ ബലം 2 ഡയറക്ഷനിലേക്കും അനുഭവപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ എന്തുണ്ടാവില്ല? ചലനം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകില്ല. സന്തുലിത ബലം പറഞ്ഞു. നമ്മൾ ഇനി കാണുന്നത് അസന്തുലിത ബലം. സന്തുലിത ബലത്തിന്റെ നേർ വിപരീതമാണ് അസന്തുലിത ബലം എന്ന് പറയുന്നത്. എതിർ ദിശകളിൽ നിന്നും ഒരു വസ്തുവിന് നൽകുന്ന വ്യത്യസ്ത ബലത്തെ വിളിക്കുന്ന പേരാണ് അസന്തുലിത ബലം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേ ബ്ലോക്കിൽ ഞാൻ ഒരു ഡയറക്ഷനിൽ നിന്ന് 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ബലം പ്രയോഗിക്കുന്നു. നേർ വിപരീത ദിശയിൽ നിന്ന് 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ബലവും പ്രയോഗിക്കുന്നു. എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ബലം പ്രയോഗിച്ച സൈഡിലേക്ക് ഈ ബ്ലോക്ക് അങ്ങോട്ട് നീങ്ങും. ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് അസന്തുലിത ബലം എന്ന് പറയുന്നത്. എതിർ ദിശകളിൽ നിന്നും ഒരു വസ്തുവിന് നൽകുന്ന വ്യത്യസ്ത ബലമാണ് അസന്തുലിത ബലം. തുല്യ ബലമായിരുന്നുവെങ്കിൽ അത് സന്തുലിത ബലമായനെ, വ്യത്യസ്ത ബലമായതിനാൽ ഇത് അസന്തുലിത ബലം. ഇതിന് ഉറപ്പായിട്ടും ഒരു വസ്തുവിനെ ചലിപ്പിക്കാനായി സാധിക്കും. സന്തുലിത ബലത്തിന് ചലിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നുവെങ്കിൽ അസന്തുലിത ബലത്തിന് ആ വസ്തുവിനെ ചലിപ്പിക്കാനായി സാധിക്കുന്നു. അടുത്തത്
ആവേഗ ബലം. ആവേഗബലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നേരത്തേക്ക് അനുഭവപ്പെടുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവേഗബലം എന്ന് പറയുന്നത്. ഒരു ഫുട്ബോൾ ഉണ്ട്, ആ ഫുട്ബോളിലേക്ക് പെട്ടെന്ന് ഞാനൊരു തട്ട് കൊടുക്കുന്നു, ഫുട്ബോൾ അങ്ങോട്ട് നീങ്ങും. ആ വളരെ കുറഞ്ഞ നേരത്തേക്ക് അവിടെ അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ആവേഗബലം എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഒരു ആണിയിലേക്ക് ആണി അടിക്കാനായിട്ട് ഞാനൊരു ചുറ്റിക ഉപയോഗിക്കുന്നു, ആ ചുറ്റിക ഉപയോഗിച്ച് ആണിയിലേക്ക് അടിക്കുന്നു. വളരെ കുറഞ്ഞ നേരത്തേക്ക് അവിടെ അനുഭവപ്പെടുന്ന ബലത്തെ എനിക്ക് എന്ത് വിളിക്കാം? ആവേഗ ബലം എന്ന് വിളിക്കാനായി സാധിക്കും. അടുത്ത രണ്ട് വ്യത്യസ്ത ബലങ്ങളാണ് അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും. ഈ രണ്ട് ബലവും ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന രണ്ട് ബലങ്ങളാണ് അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും. നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് അഭികേന്ദ്ര ബലം. പരിക്രമണം ചെയ്യുന്ന വസ്തു, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ത്വരണം ഉണ്ടാക്കുന്നതിന് കാരണമായ ബലത്തെ വിളിക്കുന്ന പേരാണ് അഭികേന്ദ്ര ബലം. ഉദ്ദേശിക്കുന്നത് ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ആ കറക്കത്തിൻ്റെ വേഗത കൂടി കൊണ്ടിരിക്കുന്നതിന് കാരണമാക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് അഭികേന്ദ്ര ബലം. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു കല്ലെടുക്കുന്നു, നൂല് കെട്ടിയതിനു ശേഷം അത് കറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കല്ല് ഓരോ പ്രാവശ്യവും വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കല്ലിൽ അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേര്, കല്ലിൽ നൂല് കെട്ടി കറക്കുമ്പോൾ കല്ലിന്മേൽ അനുഭവപ്പെടുന്ന, കല്ലിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു, ആ കല്ലിന്മേൽ അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അഭികേന്ദ്ര ബലം കണ്ടു. അടുത്ത കാണാൻ പോകുന്നത് അപകേന്ദ്ര ബലം. അപകേന്ദ്ര ബലം ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്ന വസ്തുവിന്മേൽ പരിക്രമണം ചെയ്യുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലം. ഞാൻ കല്ലെടുത്തു, നൂല് കെട്ടി കറക്കുന്നു എന്ന് പറഞ്ഞു. ആ കല്ലിന് കറങ്ങാൻ ആവശ്യമായ വേഗത കൂടിക്കൊണ്ടിരിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേര് അപകേന്ദ്ര ബലമെന്ന് പറഞ്ഞു. ഇവിടെ കല്ല് കറക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൈയാണെങ്കിൽ, കയ്യിൽ ഞാൻ കറക്കിക്കൊണ്ടിരിക്കുന്നു, കല്ല് നൂല് കെട്ടി കറക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിലേക്ക് കല്ലൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലേക്ക് ആ കറങ്ങുന്ന കല്ല്, നമ്മുടെ കൈക്ക് ഒരു ബലം അനുഭവപ്പെടാറുണ്ട്. ആ ബലത്തെ നമ്മൾ വിളിക്കേണ്ട പേരാണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്ന വസ്തുവിൽ, അതായത് നമ്മുടെ കല്ലിൽ അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്ന വസ്തുവിൽ, അതായത് നമ്മുടെ കൈയാണ് അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്നത്. മേൽ പരിക്രമണം ചെയ്യുന്ന വസ്തു, പരിക്രമണം ചെയ്യുന്ന വസ്തു എന്ന് പറയുന്നത് കല്ലാണ്. ആ കല്ല് പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. കല്ല് കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലത്തെ എന്ത് വിളിക്കാം? അപകേന്ദ്ര ബലം എന്ന് വിളിക്കാൻ സാധിക്കും. അടുത്ത ബലം കാണാൻ പോകുന്നത് ഘർഷണ ബലം. ഘർഷണ ബലം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവയുടെ സ്പർശന തടങ്ങൾക്ക് ഇടയിലായി ചലനത്തിന് എതിർ ദിശയിൽ അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ, ഒരു മേശപ്പുറത്ത് ഒരു കട്ട ഞാൻ വെച്ചിരിക്കുന്നു. ഈ കട്ടയിലേക്ക് ഞാൻ ചെറിയൊരു ബലം പ്രയോഗിക്കുന്നു, 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു വിചാരിച്ചേക്കുക. എനിക്ക് ആ കട്ടയെ നീക്കാൻ സാധിക്കണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 1 ന്യൂട്ടൺ ബലം കൊടുക്കുന്നുണ്ടെങ്കിലും ഈ കട്ട എതിർ ദിശയിൽ ഒരു ബലം കൊടുക്കുന്നു. അത് 5ഓ 6ഓ ആയിരിക്കാം. ആ എതിർ ദിശയിൽ അനുഭവപ്പെടുന്ന ഈ കട്ടയുടെയും ഈ ടേബിളിൻ്റെയും ഇടയിൽ ഇതിന് എതിർ ദിശയിൽ അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. പറയുന്നു, ഈ തടത്തിനിടയിലുള്ള ഘർഷണ ബലം 5 ന്യൂട്ടൺ ആണെങ്കിൽ ഞാൻ 1 ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മൂവ് ചെയ്യാനായി സാധിക്കില്ല. 2 ന്യൂട്ടൺ കൊടുത്താലോ 3 ന്യൂട്ടൺ കൊടുത്താലോ 4 ന്യൂട്ടൺ കൊടുത്താലോ സാധിക്കില്ല. എപ്പോഴാണോ 5നേക്കാൾ കൂടുതൽ ഒരു വാല്യൂ 6 ന്യൂട്ടൺ കൊടുക്കുന്നത്, 6 ന്യൂട്ടൺ കൊടുക്കുന്നത്, ആ സമയത്തായിരിക്കും എനിക്ക് ബ്ലോക്കിനെ തള്ളി നീക്കാനായി സാധിക്കുന്നത്. രണ്ട് വസ്തുക്കൾക്കിടയിൽ ആ സ്പർശന തടങ്ങൾക്കിടയിൽ ചലനത്തിന്, ഈ ബ്ലോക്ക് ചലിക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ആ ചലനത്തിന് എതിർ ദിശയിൽ അനുഭവപ്പെടുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. നമുക്ക് ഒരു നിരത്തിലൂടെ നടന്ന് നീങ്ങാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഘർഷണ ബലം മൂലമാണ്. എനിക്കൊരു ഗ്ലാസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ
എനിക്കത് ഘർഷണ ബലം കൊണ്ട്, എൻ്റെ കൈയുടെ ഘർഷണ ബലം കൊണ്ടാണ് എനിക്ക് ഗ്ലാസ് ഹോൾഡ് ചെയ്ത് വയ്ക്കാനായി സാധിക്കുന്നത്. ഇനി പറയുന്നു, പ്രതലത്തിന് മിനിസം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ഘർഷണബലം കുറയും. എൻ്റെ പ്രതലം സൂം ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഞാൻ സൂം ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. പ്രതലം എത്രത്തോളം മിനുസമാകുന്നോ അതിനനുസരിച്ച് അതിന് മുകളിലൂടെ തെന്നി നീങ്ങാനുള്ള പ്രവണതയും കൂടും. അതായത് ഘർഷണബലം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഘർഷണബലം കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് കണ്ടതാണ് ഒരു മാർഗമായിട്ട് നമ്മൾ എടുക്കുന്നത്. മിനുസപ്പെടുത്തുക. പ്രതലം എത്രത്തോളം മിനുസപ്പെടുത്തുന്നോ അതിനനുസരിച്ച് ഘർഷണബലം കുറക്കാനായി സാധിക്കും. രണ്ടാമത്തത് കൊഴുപ്പിടൽ. ഒരു ലൂബ്രിക്കൻ നമ്മൾ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചേക്കുക. ഈ പ്രതലത്തിന് ലേക്ക് നമ്മളൊരു ലൂബ്രിക്കൻ അല്ലെങ്കിൽ ഒരു പദാർത്ഥം ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പദാർത്ഥം ഈ ഗ്യാപ്പിൽ വന്ന് ഫില്ലാവുകയും നിറയുകയും ആ ഘർഷണബലം അങ്ങോട്ട് കുറയുകയും ചെയ്യുന്നു. മിനുസപ്പെടുത്തിയാലും കൊഴുപ്പിട്ടാലും ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്താലും നമുക്ക് ഘർഷണബലം കുറക്കാനായി സാധിക്കും. ഘർഷണബലം കുറക്കുന്ന 2 മെത്തേഡുകൾ പറഞ്ഞു. ഒന്ന് പ്രതലം മിനുസപ്പെടുത്തുക, രണ്ടാമത്തത് അതിലേക്ക് ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്യുക. എണ്ണ പോലുള്ള ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്യുക. കൊഴുപ്പിട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഘർഷണബലം കുറക്കാനായി സാധിക്കും. അടുത്തത് ശ്യാനബലം. ഇത് ഒരു തരം ഘർഷണബലമാണെന്ന് പറയാനായി സാധിക്കും. ഖരപദാർത്ഥങ്ങളിൽ ഘർഷണബലം എന്ന് പറയുകയും ദ്രാവകത്തിൽ ആണെങ്കിൽ ഇത് ശ്യാനബലമായി മാറുകയും ചെയ്യുന്നു. ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശ്യാന ബലം എന്ന് പറയുന്നത്. ഖരത്തിലാണെങ്കിൽ തള്ളി നീങ്ങുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ബലം അനുഭവപ്പെടുമെന്ന് പറഞ്ഞു. ആ ബലത്തെ ഘർഷണ ബലം എന്ന് പറഞ്ഞു. ഇത് തന്നെ ദ്രാവക പാളി ഒരു ലിക്വിഡിൻ്റെ മുകളിൽ അതേ ലിക്വിഡ് പാളികളായിട്ട് നീങ്ങുന്നു. ഈ മുകളിലുള്ള പാളികൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങാനായിട്ട് ഒരു ബലം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അനുഭവപ്പെടുന്നു. ഈ ബലത്തെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ശ്യാന ബലം എന്ന് പറയുന്നത്. ഓരോ ദ്രാവകത്തിനും ഇങ്ങനെ ഒരു പാളിയുടെ മുകളിലായി അടുത്ത പാളി തെന്നി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ശ്യാനബലം കൂടിയ ദ്രാവകങ്ങൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ, തേൻ, കൊഴുപ്പ് കൂടുതൽ അല്ലെങ്കിൽ കട്ടി കൂടുതലുള്ള ദ്രാവകങ്ങളെ നമുക്ക് ശ്യാനബലം കൂടിയ ദ്രാവകങ്ങളായി പരിഗണിക്കാം. ശ്യാനബലം ഇല്ലാത്ത ദ്രാവകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഫ്ലൂയിഡുകൾ എന്ന് പറയുന്നത്. ഒന്നിന് മുകളിലൂടെ അടുത്ത പാളി തെന്നി നീങ്ങുമ്പോഴത്തേക്ക് ഒട്ടും ബലം അനുഭവപ്പെടാതെ വെള്ളം പോലെ അല്ലെങ്കിൽ വെള്ളത്തിനേക്കാൾ കൂടുതലായിട്ട് തെന്നി നീങ്ങുന്ന ദ്രാവകങ്ങളെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഫ്ലൂയിഡുകൾ എന്ന് പറയുന്നത്. അടുത്ത പോകുന്ന ബലം പ്രതല ബലം. ഒരു ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ചെലുത്തുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് പ്രതല ബലം എന്ന് പറയുന്നത്. ദ്രാവകത്തിൻ്റെ ഉപരിതലം ഒരു പാട പോലെ വർത്തിക്കുന്ന ബലത്തെ എനിക്ക് വിളിക്കാവുന്ന പേര് പ്രതല ബലം എന്ന് പറയും. ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലൂടെ ചെറു ജീവികൾ നടന്നു നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രാവകത്തിൻ്റെ പ്രതല ബലം കൂടിയതിനാലാണ്. മഴത്തുള്ളികൾ ഗോളീയ ആകൃതി രൂപപ്പെടുത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതല ബലം കുറക്കാനാണ്. മഴത്തുള്ളികൾ ഗോളീയ ആകൃതി കാരണം ഈ പ്രതല ബലമാണ്. ഒരു ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേര് പ്രതല ബലമെന്ന്. അടുത്തത് കേശീയുത്വം. ഗുരുത്വാകർഷണ ബലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഈ ഗുരുത്വാകർഷണ ബലത്തെ മറികടന്നുകൊണ്ട് ദ്രാവകങ്ങൾക്ക് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ബലം ലഭിക്കുന്നു. ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് കേശികത്വം എന്ന് പറയുന്നത്. ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ദ്രാവകം എടുത്തു അതിലകത്തേക്ക് ഒരു തിരിനൂല് മുക്കി വയ്ക്കുകയാണെന്ന് വിചാരിച്ചേക്കുക. വിളക്കിലിടുന്ന തിരിനൂല് മുക്കി വയ്ക്കുകയാണെന്ന് വിചാരിച്ചേക്കുക. ദ്രാവകത്തിൻ്റെ ബലം എപ്പോഴും അനുഭവപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലം താഴേക്കായിരിക്കും. എന്നാൽ ഈ തിരിനൂലിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ദ്രാവകത്തിന് മുകളിലേക്ക് പോകാനായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഈ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേശീകത്വം എന്ന് പറയുന്നത്. എക്സാമിന് എപ്പോഴും ചോദിച്ച് കണ്ടുവരുന്ന ചോദ്യമാണ്
വിളക്ക് തിരികളിലൂടെ എണ്ണ മുകളിലേക്ക് പോകാൻ കാരണമായ ബലം ഏതാണെന്ന്. ഈ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേശികത്വം എന്ന് പറയുന്നത്. അടുത്ത ബലം പ്ലവക്ഷമ ബലം. ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ മഗ് ഇതിലകത്തേക്ക് താഴ്ത്തുകയാണെന്ന് വിചാരിച്ചേക്കുക. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്തതിന് ശേഷം ഒരു മഗ് ഇതിലകത്തേക്ക് താഴ്ത്തുകയാണെന്ന് വിചാരിച്ചേക്കുക. ഈ മഗ് നമ്മൾ താഴ്ത്തുമ്പോൾ ആ മഗ്ഗിലേക്ക് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ കപ്പിലേക്ക് ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിലേക്ക് ആ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. കടലിൽ കപ്പൽ കിടക്കുന്നു. ഈ കപ്പലിലേക്ക്, കപ്പലിൻ്റെ പകുതി പോർഷൻ ഉള്ളിലേക്ക് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ പോർഷനിലേക്ക് ദ്രാവകം പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണമായ ബലം ഏതാണെന്ന് ചോദിച്ചാൽ, ജലം കപ്പലിലേക്ക് ഒരു ബലം മുകളിലേക്ക് പ്രയോഗിക്കുന്നു. ആ ബലം പ്ലവക്ഷമ ബലമാണ്. ഈ ബലം കൊണ്ടാണ് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അടുത്ത ബലം ഇലാസ്തിക ബലം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരെ ആ വസ്തുവിൽ ഉളവാകുന്ന ബലമാണ് ഇലാസ്തിക ബലം എന്ന് പറയുന്നത്. ഓരോ പദാർത്ഥത്തിലും ഇലാസ്തിക ബലം കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇലാസ്തിക ബലം കൂടുതലുള്ള വസ്തുവാണെങ്കിൽ അതിന് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ച് വരാനായി സാധിക്കും. ഒരു റബ്ബർ മെറ്റീരിയലിലേക്ക് ഞാനൊരു ബലം പ്രയോഗിക്കുന്നു എന്ന് വിചാരിച്ചേക്കുക. അതിൻ്റെ ഷേപ്പ്, ആ ബലം, എൻ്റെ ബലം അനുസരിച്ച് അതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മാറുന്നു. എന്നാൽ ഈ പദാർത്ഥം തിരിച്ച് അതിലകത്തേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നാൽ അതിന് തിരിച്ച് ആ ഷേപ്പിലേക്ക് എത്താനായി സാധിക്കുന്നു. ഇങ്ങനെ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരെ ആ വസ്തുവിൽ ഉണ്ടാകുന്ന ബലത്തെ, ഇലാസ്തിക ബലം കൂടുതലാണെങ്കിൽ അതിന് തിരിച്ച് അതേ പോർഷനിൽ എത്താൻ പറ്റും. ഇലാസ്തിക ബലം കുറവാണെങ്കിൽ ആ ഷേപ്പിൽ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ആ വസ്തുവിൽ ഒരു ബലം രൂപപ്പെടും. ഈ ബലത്തെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ഇലാസ്തിക ബലം എന്ന് പറയുന്നത്. റബ്ബർ ബാൻഡ്, ഞാനൊരു ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് തിരിച്ച് അതേ പോർഷനിലേക്ക് തന്നെ എത്തുന്നു, അല്ലെങ്കിൽ ഒരു ബലം തിരിച്ചെനിക്ക് അനുഭവപ്പെടുന്നു. ആ ബലത്തെ വിളിക്കുന്ന പേര് ഇലാസ്തിക ബലം. അടുത്ത ബലം ഗുരുത്വാകർഷണ ബലം. ഏറ്റവും ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. സംഭവം ഇത്ര മാത്രം: ഭൂമി ഒരു വസ്തുവിൽ, ഭൂമി ഉണ്ടെങ്കിൽ ഭൂമിയുടെ മുകളിൽ പല വസ്തുക്കളും, നമ്മൾ ഉൾപ്പെടെ പല വസ്തുക്കളുണ്ട്. നമ്മുടെ മേൽ ഭൂമി പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി ഒരു വസ്തുമേൽ പ്രയോഗിക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലമാണ്. ഞാൻ ഭൂമിയിൽ തന്നെ നിൽക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ഭൂമിയുടെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് എനിക്ക് ഭൂമിയിൽ നിൽക്കാനായി സാധിക്കുന്നത്. ആ വലിക്കുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ നിയമങ്ങൾ ആവിഷ്കരിച്ച ആരാന്ന് ചോദിച്ചാൽ അത് ഐസക് ന്യൂട്ടൻ ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ആപ്പിൾ തലയിൽ വീണപ്പോഴത്തേക്ക് ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് പറഞ്ഞ പുള്ളിക്കാരൻ ആരാന്ന് വെച്ചത് ഐസക് ന്യൂട്ടൻ. നിശ്ചിത ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് പതിക്കുന്ന വസ്തുവിൽ ഉണ്ടാകുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്മോൾ ലെറ്റർ ജി എന്ന് വിളിക്കും. ഭൂഗുരുത്വ ത്വരണം. ഒരു വസ്തു മുകളിൽ നിന്ന് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചേക്കുക. ഒരു മാങ്ങ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചേക്കുക. ഓരോ സെക്കൻഡിലും ഇതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു, അതായത് ത്വരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ത്വരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. ജി എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഭൂമിയുടെ ഭൂഗുരുത്വ ത്വരണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പല പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു വാല്യൂ ആണ് ഭൂമിയുടെ ഭൂഗുരുത്വ ത്വരണം എത്രയാണെന്ന്. ഭൂമിയുടെ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു: ആകാശഗോളത്തിൻ്റെ വലുപ്പം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ഈ ഭൂഗുരുത്വ ത്വരണവും കൂടുന്നു. ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും വ്യാഴം തന്നെയാണ് പറയേണ്ടത്. നമ്മൾ കുറേ അധികം ബലങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ കൂടുതൽ അറിവുകൾ, ബലവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിവിലേക്കാണ് പോകുന്നത്.
ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം എന്ന് പറയുന്നത് വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇത്രമാത്രം. ഭൂമി ആ വസ്തുവിൽ അല്ലെങ്കിൽ ആകാശഗോളം ആ വസ്തുവിൽ എൻ്റെ കാര്യമാണെങ്കിൽ എന്നിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ആ അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്ത് ഭാരം എന്ന് പറയുന്നത്. ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ കിലോഗ്രാം എന്നും പറയാൻ പറ്റില്ല, കിലോഗ്രാം വെയിറ്റ് എന്നാണ് പറയേണ്ടത്. കിലോഗ്രാം എന്ന് പറയുന്നത് പിണ്ഡത്തിൻ്റെ യൂണിറ്റാണ്. പിണ്ഡം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഈ പിണ്ഡത്തിൻ്റെ യൂണിറ്റിലേക്ക് വെയിറ്റ് എന്ന് കൂടി എഴുതി വരുമ്പോഴാണ് കിലോഗ്രാം വെയിറ്റിലാണ് നമ്മൾ ഭാരം പറയേണ്ടത്. അല്ലെങ്കിൽ ഭാരം നമുക്ക് ബലത്തിൻ്റെ യൂണിറ്റായ ന്യൂട്ടണിലും പറയാനായി സാധിക്കും. അടുത്ത പോയിന്റ്, ഗുരുത്വാകർഷണ ബലം മറികടന്ന് ഒരു വസ്തുവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ അല്ലെങ്കിൽ വേഗതയെ നമ്മൾ വിളിക്കേണ്ട പേരാണ് പാലായന പ്രവേഗം. ഇംഗ്ലീഷിലാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. ഭൂമിയുണ്ടെങ്കിൽ ഭൂമിക്കൊരു അന്തരീക്ഷം ഉണ്ടാകും, അല്ലെങ്കിൽ ഗ്രാവിറ്റി അനുഭവപ്പെടുന്ന പോർഷൻ ഉണ്ടാകും. ഇതിൽ ഒരു വസ്തു നിൽക്കുകയാണെന്ന് വിചാരിച്ചേക്കുക. ഈ ഭൂമിയിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ, ബലത്തെ മറികടന്നുകൊണ്ട് ഈ വസ്തുവിന് ബഹിരാകാശത്തേക്ക് പോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വേഗത എത്രയാണോ ആ വേഗതയെ നമ്മൾ വിളിക്കേണ്ട പേരാണ് പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഭൂഗുരുത്വ ബലത്തെ മറികടന്നുകൊണ്ട് ഒരു ആകാശഗോളം ഉണ്ടെങ്കിൽ ആകാശഗോളം അട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കും. ആ ബലത്തെ മറികടന്നുകൊണ്ട് ആ വസ്തുവിന് ബഹിരാകാശത്തേക്ക് പോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രവേഗം എത്രയാണോ ആ പ്രവേഗത്തെ വിളിക്കുന്ന പേര് പാലായന പ്രവേഗം എന്ന് പറയുന്നു. ഓരോ ആകാശഗോളത്തിനും ഓരോരോ പാലായന പ്രവേഗമായിരിക്കും. എല്ലാ ആകാശഗോളത്തിൻ്റെയും പാലായന പ്രവേഗം നമുക്ക് പഠിക്കണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള രണ്ട് മേജർ വാല്യൂ, ഒന്ന് ചന്ദ്രൻ്റെ പാലായന പ്രവേഗം, രണ്ടാമത്തത് ഭൂമിയുടെ പാലായന പ്രവേഗം. ചന്ദ്രൻ എടുക്കുന്നു, ചന്ദ്രൻ ഭൂമിയേക്കാൾ ചെറുതാണ്. ചന്ദ്രനുള്ള ഒരു വസ്തുവിന് ആ ചന്ദ്രൻ്റെ ആകർഷണ പരിധി വിട്ട് പുറത്തേക്ക് പോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വേഗത എത്രയാണെന്ന് ചോദിച്ചത് 2.37 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഇത്രയും കിലോമീറ്റർ 2.37 കിലോമീറ്റർ ദൂരം വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ വേഗതയിൽ പോയാൽ ഉറപ്പായും ചന്ദ്രൻ്റെ ആകർഷണ പരിധി വിട്ട് ആ വസ്തുവിന് പുറത്ത് പോകാനായി സാധിക്കും. ഇതിനേക്കാൾ കൂടുതലായി ചോദിക്കുന്ന ചോദ്യമാണ് ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണെന്ന്. ഭൂമിയുടെ അന്തരീക്ഷ പരിധിയും വിട്ട് ആകർഷണ ബലവും വിട്ട് ഒരു വസ്തുവിന് എടുത്ത് പറയുകയാണെങ്കിൽ റോക്കറ്റിനെ അതിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷ പരിധിയിൽ നിന്നും പുറത്ത് പോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വേഗതയാണ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോദ്യം ചോദിച്ചാൽ എ ഓപ്ഷൻ വരാറുള്ളത് 11.2 മീറ്റർ പെർ സെക്കൻഡ്, ബി ഓപ്ഷൻ വരാറുള്ളത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ വണ്ടിയുടെ വേഗത പറഞ്ഞ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വേഗതയുടെ യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 11.2 മീറ്റർ പെർ സെക്കൻഡ് പറയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓർമ്മിപ്പിക്കുന്നു, പറയരുത്, തെറ്റുത്തരമാണ്. പാലായന പ്രവേഗം എപ്പോഴും പറയുന്നത് കിലോമീറ്റർ പെർ സെക്കൻഡിൽ. ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഇത് എത്ര ദൂരം ട്രാവൽ ചെയ്തിരിക്കണം? 11.2 കിലോമീറ്റർ. ഒരു കിലോമീറ്റർ എത്രയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഏകദേശം ഒരു സെക്കൻഡ് കൊണ്ട് 11.2 കിലോമീറ്റർ ദൂരം വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ വേഗതയിൽ പോയാൽ മതി. വസ്തുവിന് ഉറപ്പായും ഭൂമിയുടെ അന്തരീക്ഷ പരിധി വിട്ട് പുറത്ത് പോകാനായി സാധിക്കും. ഇല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുന്ന സാധനം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ വിട്ടു പോകാതെ ഇത് ഉറപ്പായും ഈ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മുകളിലേക്ക് പോകുന്ന പോലെ തോന്നും, പക്ഷേ അന്തരീക്ഷ പരിധിയും വിട്ട് പുറത്തു പോകാൻ സാധിക്കില്ല. അതെപ്പോഴും ഭൂമിയെ റൗണ്ട് ചെയ്യുക മാത്രമാണ് ഉള്ളത്. ഇനി ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഗുരുത്വാകർഷണ ബലം ഭൂമിയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ
ഭൂഗുരുത്വ ത്വരണം എത്രയെന്ന് വെച്ചത് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഈ വാല്യൂ ഭൂമിയിൽ എല്ലാ ഭാഗത്തും തുല്യവും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വ ബലം എന്ന് പറയുന്നതും ഭൂമിയിൽ എല്ലാ ഭാഗത്തും തുല്യമല്ല. ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂഗുരുത്വ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളാണ്, പോൾസിലാണ്. സൗത്ത് പോളാണോ നോർത്ത് പോളാണോ എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ധ്രുവ പ്രദേശങ്ങളിലാണ് ജി വാല്യൂ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വ ബലവും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശത്ത് തന്നെയാണ്. ഇതുപോലെ തന്നെ ഭൂഗുരുത്വ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഒരു ഫുട്ബോൾ കൺസിഡർ ചെയ്യണം, അതിൻ്റെ പുറത്തു കൂടിയുള്ള ഏറ്റവും വലിയ വട്ടമാണ് നമ്മൾ ഭൂമധ്യരേഖാ പ്രദേശമായിട്ട് ഭൂമിയുടെ കണക്കാക്കുന്നത്. ഈ ഭാഗത്താണ് ജി വാല്യൂ ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വബലം ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഇതേപോലെ തന്നെ ഭൂമിയുടെ കേന്ദ്രത്തിൽ ഭൂമി തുളച്ച് കറക്റ്റ് ഭൂമിയുടെ സെൻട്രൽ അങ്ങോട്ട് എത്തുന്നു. ഈ സെൻട്രൽ ഭൂമിയുടെ ഭൂഗുരുത്വം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ത് എന്നുള്ള ചോദ്യം വരാറുണ്ട്. വെയിറ്റ് അല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിലുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ്. അത് ഉറപ്പായും അവിടെ തന്നെ ഉണ്ടാകും. ജി എന്ന് പറയുന്നത് ഭൂകേന്ദ്രത്തിൽ 0 ആയി പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്ന്. ഭൂകേന്ദ്രത്തിൽ ജി 0 ആകുന്നതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂഗുരുത്വ ത്വരണം 0 ആകുന്നതുകൊണ്ട് തന്നെ ഭാരം എന്ന് പറയുന്നതും അവിടെ 0 ആണ്. ഭൂകേന്ദ്രത്തിലെ ഭാരം എത്രയെന്ന് വെച്ചാൽ അത് 0 ആണെന്ന് പറഞ്ഞു. ഇനി പ്രകൃതി പല ബലവും പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയർ ബലമാണ്. ബലം കൂടുതലും കുറവും അനുഭവപ്പെടാം. ഭൂമിയിൽ തന്നെ കൂടിയ ബലങ്ങളുണ്ട്, കുറഞ്ഞ ബലമുണ്ട്. ഏറ്റവും ശക്തമായ ബലം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയർ ബലവും. ഏറ്റവും ദുർബലമായ വീക്കസ്റ്റ് ഫോഴ്സ് ഏതെന്ന് വെച്ചാൽ അത് ഭൂഗുരുത്വ ബലവുമാണ്. തെറ്റ് പറ്റരുത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൂഗുരുത്വ ബലം എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമായ ബലവും ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ശക്തി കൂടിയതുമായ ബലമാണ്. ഇത്രയും ടോപ്പിക്കുകളാണ് ബലം എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ചലനം നമ്മൾ കണ്ടു, ന്യൂട്ടൻ്റെ ചല നിയമങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചു. അവിടെ പറഞ്ഞത് ബലത്തെക്കുറിച്ചായിരുന്നു ന്യൂട്ടൺ മേജറായിട്ട്. അവിടെ നമ്മൾ ബലത്തിലേക്ക് പോയി. ബലം എന്ന് പറയുന്നത് സിംപ്ലി ഒരു തള്ള് അല്ലെങ്കിൽ വലിവാണെന്നാണ് പറഞ്ഞത്. ബലവുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകൾ കണ്ടു, വ്യത്യസ്ത ബലങ്ങളും കണ്ടു, ബലവുമായിട്ട് ബന്ധപ്പെട്ട അധിക വിവരങ്ങൾ നമ്മൾ കണ്ടു. ഇത്രയും പോർഷൻ പഠിക്കുമ്പോൾ തന്നെ ബലത്തിൻ്റെ മേജർ പോർഷൻ അല്ലെങ്കിൽ മൊത്തം പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു ചോദ്യം മിക്ക എക്സാമിനും വരാറുള്ളതാണ്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കവർ ചെയ്യുന്ന സെക്ഷനാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്.